Hi everyone, welcome to my YouTube channel. My YouTube channel name is Chatting Kalamu. Okay. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഹെസിറ്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. ഓക്കെ. പക്ഷെ ഇന്നലെ കണ്ട ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അത് പറയണം എന്ന് തോന്നി. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ ആസ് എ യൂട്യൂബ്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേ അഭിപ്രായം ഞാനും പറയാൻ തന്നെ കരുതി. കുറേ ദിവസമായിട്ട് ഞാൻ എപ്പോൾ യൂട്യൂബ് തുറന്നാലും കാണുന്നത് രണ്ട് ഗ്രൂപ്പ്സ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. കുറച്ച് ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാറലാണ്, സൗണ്ട് കേൾപ്പിക്കലും വിമർശിക്കലും എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഓക്കെ. അതിൽ ഞാൻ ഏതൊക്കെ ഗ്രൂപ്പ്സാണ് ആരൊക്കെയാണ് ഉള്ളത്, ഇൻവോൾവ് ആകേണ്ടതെന്നൊന്നും ഞാൻ പറയണില്ല. അറിയാം എന്താ റീസൺസ് അതിൻ്റെത്, അതും നമുക്കറിയാം. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യണില്ല. എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ ഷെഫീന ചേച്ചിനോടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും ബ്ലൈൻഡായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്തൊക്കെ പറയാം, ഈ വാർ കാണും, അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിൽ കാണുമ്പോൾ സത്യം പറയാം, റിയലി ഇറ്റ്സ് എ ടൈം പാസ് ഫോർ എസ് ആസ് എ ഓഡിയൻസ്. എന്തുകൊണ്ടാ വെച്ചാൽ ബിഗ് ബോസ് കാണാൻ നമുക്ക് ഇങ്ങനത്തെ പരിപാടി കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പാസ് ആവും. പക്ഷെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, അത് ഓക്കെ, കണ്ടന്റ് ആയിക്കോട്ടെ, ടൈം പാസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരാളുടെ ഹെൽത്തിനെ നമ്മൾ എന്താ പറയുക, ഹെൽത്തിനെ ബാധിക്കണ പോലെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇന്നലെ ഞാൻ തനുജൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഇത്രയും കാലം ഞാൻ ടു ബി ഫ്രാങ്ക് ഐ ആം ടെല്ലിങ്, ഞാൻ ഇത്രയും കാലം തനുജനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. കാരണം എനിക്കിഷ്ടം ഷെഫീന ചേച്ചിനെയായിരുന്നു. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നല്ല, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തുറന്നു പറയണതിന് കുഴപ്പമില്ല. ഞാൻ ഷെഫീന ചേച്ചിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതൊക്കെ പറയാൻ പാടുമെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതേ. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ, തനുജൻ്റെ ലാസ്റ്റ് ലൈവ് കണ്ട് ആകെ പറ്റ അപ്സെറ്റായിട്ട് തകർന്നിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഓക്കെ. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സങ്കടം, അതെന്തായാലും ഉണ്ടാവും. ആരും ഇല്ല, പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയി, എല്ലാവരും കൂടി വാരി എടുത്തു എന്നൊക്കെ തോന്നുമ്പോൾ വരുന്ന ഒരു എന്താ പറയുക, ഒരു വിഭ്രാന്തി എന്നൊന്നല്ല, ഒരു സങ്കടം, പെട്ടെന്നുള്ള സങ്കടം. അത് നമ്മൾ ഇമോഷനാണ്, നമുക്കത് ബേസ്റ്റ് ഔട്ട് ചെയ്യണമല്ലോ. അതാണ് ഇന്നലെ നമുക്ക് കണ്ടത്. തനുജേട്ടൻ പാവം തോന്നി, എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി. ഹോസ്പിറ്റലിൽ പോലും ആരും ഇല്ല ആ സമയത്തൊന്നും. ആ കുട്ടി മാത്രമേ ഉള്ളൂ, 10-11 വയസ്സുള്ള പെൺകുട്ടി മാത്രമേ ഉള്ളൂ. പാവം തോന്നി. ആ പെൺകുട്ടീൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല, ഈ ചെയ്യണതും കാണുന്നതും പിടിക്കുന്നതും. ഈ കുട്ടിക്ക് ആകെ അറിയാം അമ്മേൻ്റെ അവസ്ഥ കാണുന്നത് കുട്ടീൻ്റെ മനസ്സിലുള്ളൂ. പക്ഷെ ആ കുട്ടി എത്ര സങ്കടപ്പെടുന്നുണ്ടാവും, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അതിനൊന്ന് ഇതാക്കാൻ പോലും അല്ലേ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇതൊന്നും ഞാൻ പറയാൻ, എനിക്ക് എൻ്റെയും ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഇമോഷനാട്ടോ. എനിക്ക് അവരുടെ അവസ്ഥ കണ്ടപ്പോൾ, തനുജയുടെ അവസ്ഥ കണ്ടപ്പോഴും, ദേവുട്ടീന്നാണ് കുട്ടിയുടെ, ദേവുട്ടീൻ്റെ അവസ്ഥ കണ്ടപ്പോഴും എനിക്ക് വളരെ സങ്കടം തോന്നി. പക്ഷേ ഇത് പറയാൻ പാടുമോ, പേര് പറയാൻ പാടുമോ, പേര് മെൻഷൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, ഇനി എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും, അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പറയണം തോന്നിയോണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ. ഒരാൾ വീണ് കിടക്കുമ്പോൾ പലരും ലൈവ് മുക്കിയെന്ന് കണ്ടു, പിന്നെ പലരും ഞാനത് കുറച്ച് സ്റ്റോപ്പ് ഇടുകയാണെന്നൊക്കെ കേട്ടു. അങ്ങനത്തെയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ വളരെ നല്ല കാര്യമാണ്. കാരണം ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ അവരെ ചവിട്ടാൻ പാടില്ല. ഓക്കെ. വളരെ നല്ല കാര്യമാണ്. ഓക്കെ. എന്തായാലും തനുജയ്ക്ക് എത്രയും പെട്ടെന്ന് എന്താ പറയുക, സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തനുജ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു തെറ്റ്, കുറ്റം, പ്രശ്നം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണം. അതായത് പേര് പറയാൻ പാടില്ല എന്നോ, ചാനൽ റീച്ച് പാടില്ല എന്നോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. കാരണം ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. ഗുഡ് നൈറ്റ്.